കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്നെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചെയ്യുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുളിച്ചെടിയിൽ നിന്നും മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വൃക്ഷത്തിൽ നിന്ന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, പലപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് AI ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു നിർമ്മിത ബുദ്ധി കൊണ്ട് പലപ്പോഴും നമ്മൾ പല കാലഘട്ടത്തിലും അല്ലെങ്കിൽ പല സാഹചര്യത്തിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. അതൊരു കാലഘട്ടത്തിൽ പലപ്പോഴും വ്യാജമായിട്ട് അല്ലെങ്കിൽ വ്യാജ പ്രവാചകന്മാരെന്ന പോലെ തന്നെ നമ്മൾ കാണുന്ന ഒന്നാണ്. പക്ഷേ ഈശോയുടെ കാലത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആത്മീയ ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയിരുന്നത് ഇതുപോലെ വ്യാജമായിട്ടുള്ള പലവരുടെയും സാന്നിധ്യമായിരുന്നു. വ്യാജമായിട്ടുള്ള ഈ പ്രവാചകന്മാർ പലപ്പോഴും ആത്മീയമായിട്ട് വളരുന്ന തലത്തിൽ പല ആൾക്കാരെയും ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അവർ പല രീതിയിൽ അവർ ജീവിച്ചു പോകേണ്ട രീതിയിൽ നിന്ന് മാറ്റി ചിന്തിപ്പിച്ച് ഒരു പക്ഷേ ആ ഒരു ജീവിതം ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെടാതെ പോകുവാനുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ അവരോട് ഓരോരുത്തരോടും വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കാൻ പറയുന്നത് പോലെ തന്നെ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിലും നമ്മളോടും തമ്പുരാൻ അത് ആവർത്തിക്കുന്നുണ്ട്. വ്യാജപ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറിയുക. ഒരു പക്ഷേ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തിലോ അല്ലോ ഒരു പക്ഷെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് നമുക്ക് കാണാൻ സാധിക്കുക. കാരണം ഇത്രത്തോളം ഈ ടെക്നോളജിയും കാര്യങ്ങളെല്ലാം വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ചുറ്റിലും വ്യാജമായിട്ടുള്ള പലതും ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ഒരു പക്ഷെ നമുക്കറിയാം, വാർത്താമാധ്യമങ്ങൾക്കൂടെ നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും പല ആൾക്കാരും കബളിപ്പിക്കപ്പെടാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമായ പല കാര്യങ്ങളും ഈ ഒരു സാഹചര്യം കൊണ്ട് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. അവിടെയെല്ലാം തമ്പുരാൻ നമ്മൾ പറയുന്നത് ജാഗരൂകരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. അതൊരു പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യമല്ലേ എന്ന് നമ്മൾ പറയുമ്പോഴും ആത്മീയ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മൾ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ കൈകളിലേക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്താമാധ്യമങ്ങൾ കൂടെ നമുക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്ന മാത്രയിലെ അപ്പാടെ വിശ്വസിക്കാറുണ്ട്. ഓർക്കുക, ഇതുപോലെ വ്യാജമായ ഒരു സുവിശേഷ പ്രവർത്തന രീതി ഈ ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും യഥാർത്ഥമായ കത്തോലിക്ക വിശ്വാസത്തെ വളച്ചൊടിച്ച് പലപ്പോഴും നമ്മുടെ ഇടയിൽ വ്യാജമായിട്ടുള്ള ഈ പ്രവാചകന്മാർ ഈ പല കാര്യങ്ങളും നമ്മുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നുള്ള കാര്യം തിരിച്ചറിയാനുള്ള ഒരു നിയോഗവും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നിഷ്കളങ്കത നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുണ്ട്. കാരണം സുവിശേഷം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, ചെന്നായ്ക്കൾ അല്ലെങ്കിൽ ഈ ആട്ടിൻതോലണഞ്ഞ ചെന്നായ്ക്കൾ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളൊരു കാര്യം. കാരണം തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജിയുടെയും അല്ലെങ്കിൽ ബാക്കി ഓരോ കാര്യത്തിൻ്റെയും ഏറ്റവും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരെയും പകൽപ്പോഴും കബളിപ്പിക്കുമ്പോഴും പറ്റിപ്പിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ട ഒരു കാര്യം ജാഗരൂകരായിട്ട് മാറണം. കാരണം അതിന് നമുക്കെന്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്? ആത്മാവിനെയാണ് വേണ്ടത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് തുറവയുള്ളവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണമെന്നുള്ളൊരു ബോധ്യം നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. കാരണം പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ മക്കളും അല്ലെങ്കിൽ ഓരോ ദൈവവിശ്വാസിയും അവൻ ഏറ്റവും വലിയ ദൈവവിശ്വാസികൾ ദൈവമക്കളാണെന്നുള്ള ഏറ്റവും വലിയ തെളിവ് ആത്മാവിനാൽ നയിക്കപ്പെടണമെന്നാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഓരോരുത്തരും ദൈവപുത്രന്മാരും പുത്രിമാരുമാണെന്ന് നമ്മൾ പൗലോസ് റോമാക്കാർക്ക് ലേഖനത്തിൽ വായിക്കുന്നുണ്ട്.
ആ ഒരു പിൻബലത്തിലും അല്ലെങ്കിൽ ആ ഒരു ശക്തിയിലും നമ്മൾ ആയിത്തീരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ന് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. കാരണം നമ്മുടെ മാനുഷികമായുള്ള ബുദ്ധി കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും തിരിച്ചറിയാൻ പോകാൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പലപ്പോഴും നമുക്കറിയാം, സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഓരോ വീഡിയോകളും നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പലപ്പോഴും നമുക്ക് ഇത് മനുഷ്യനിർമ്മിതം അല്ലെങ്കിൽ നിർബന്ധിത ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു അനുഗ്രഹം അതിനപ്പുറത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞതുപോലെ വ്യാജപ്രവാചകന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കാം. കാരണം നമ്മുടെ ഒരു വിശ്വാസ ജീവിതം പലപ്പോഴും നമുക്കറിയാം, ആത്മീയ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ആഴപ്പെട്ട് നിൽക്കുന്നു അത്രത്തോളം തമ്പുരാനുമായിട്ടുള്ളൊരു ആത്മീയ ബന്ധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മളോട് തമ്പുരാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു വേറെ AI പറ്റിയിട്ടാണ്. മനുഷ്യനിർമ്മിതമായ ഈ ഇതിനെ പറ്റിയിട്ടല്ല, അതിനപ്പുറത്തോട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തമ്പുരാനുമായിട്ടുള്ള ഒരു വേറെ രീതി അല്ലെങ്കിൽ വ്യാജമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്നത്. ഒരു പക്ഷേ മറ്റുള്ളവരുടെ സ്തുതികളും പ്രകീർത്തികളും മാത്രം നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുക്കുന്ന ഒരു ആത്മീയ ജീവിതം, അവിടെയാണ് തമ്പുരാൻ പറയുന്നത് എന്തിന്. ഒരു പക്ഷേ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, വേറൊരാളെയും കാണിക്കാനുള്ള ഒരു പക്വമായുള്ള കാര്യത്തിൽ മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതം നയിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. നമ്മുടെ ഫലങ്ങൾ നല്ലതാവണമെങ്കിൽ നമ്മൾ നല്ല മരങ്ങളായിട്ട് മാറണം. തമ്പുരാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഒരു പടുകൂറ്റ് വൃക്ഷമായിട്ട് മാറാനല്ല, പക്ഷെ അതിനപ്പുറത്തോട്ട് ഒരു നല്ല വൃക്ഷമായിട്ട് മാറാനും നല്ല ഫലങ്ങൾ നമ്മുടെ ചുറ്റിലുള്ള ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുവാനും. കാരണം നമ്മളെ ഓരോ മനുഷ്യരും ഒരു നല്ല ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയേണ്ടത് നമ്മളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൾ കൊണ്ടും ഓരോ പ്രവൃത്തി കൊണ്ടുമാണ്. കാരണം നമുക്കറിയാം, കാലങ്ങൾക്കപ്പുറം ഇപ്പോഴും ഓരോ മനുഷ്യരും പറയുന്നത് സുവിശേഷം പ്രസംഗിക്കേണ്ടത് വാക്കുകൾ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ടാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഏതൊക്കെ രീതിയിൽ ജീവിച്ചാലും ഏതൊക്കെ സാഹചര്യത്തിലായാലും നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ ഇത്രയും ജീവിച്ച് മുന്നേറി പോകുമ്പോൾ ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ തിരിച്ചറിയേണ്ടത് എൻ്റെ ഫലങ്ങൾ കൊണ്ടാണ്. എന്നെ തിരിച്ചറിയേണ്ടത് ഞാൻ എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ ഫലങ്ങൾ കൊണ്ടാണ്. ഒരു പക്ഷെ നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുകയും അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ പലപ്പോഴും നമ്മൾ അവഹേളിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു സംസ്കാരത്തിലും ഈ ഒരു സാഹചര്യത്തിലും അതിനൊരു വെല്ലുവിളി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിലും ഈ ഒരു സാഹചര്യവും ഈ കാലഘട്ടവും മാറുമ്പോൾ പലപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് നമ്മുടെ ഒരു വിശ്വാസ ജീവിതവും പലപ്പോഴും മാറും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ആത്മജീവിതത്തിൽ നല്ല വൃക്ഷമായിട്ട് മാറുക എന്നുള്ളൊരു കാര്യമാണ്. നല്ല ഫലങ്ങൾ പ്രകടിപ്പിക്കുന്ന നല്ല വൃക്ഷങ്ങളായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വളരണം. കാരണം എന്താണ് എൻ്റെ ആത്മീയത എന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, തമ്പുരാനുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധമാണ്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അതിനപ്പുറത്തോട്ട് എനിക്കും തമ്പുരാനുമായിട്ട് എന്ത് ബന്ധമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ആത്മീയ ജീവിതത്തിൽ ആ ഒരു ബന്ധത്തെ പലപ്പോഴും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റാതെ പോകുമ്പോൾ എവിടെയോ നമ്മുടെ ആത്മീയത കോറിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് കോട്ടം സംഭവിക്കുന്നുണ്ട്. അത് ഓരോ സാഹചര്യത്തിലും ഓരോ നിമിഷത്തിലും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതും അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ തമ്പുരാനുമായിട്ട് ആ ഒരു സ്നേഹബന്ധത്തിലാണോ എന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഓരോ നിമിഷവും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വ്യാജമായിട്ടല്ല, പക്ഷേ സുതാര്യമായിട്ട് തമ്പുരാന് മുമ്പിൽ നിൽക്കുവാനും ഏറ്റുപറയുവാനും വ്യാജപ്രവാചകന്മാരായിട്ടുള്ള ഓരോരുത്തരെയും തിരിച്ചറിയാനുള്ള ആത്മാവിൻ്റെ തുറവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണമെന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും ഓർത്തെടുക്കാം. കാരണം ഈ വ്യാജപ്രവാചകന്മാരെ തിരിച്ചറിയാൻ തമ്പുരാൻ അന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചുറ്റിലും പല വെല്ലുവിളിയുമായിട്ട് ഈ ഓരോ കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയമായിട്ട് പക്വതയുള്ളവരായിട്ട് നമ്മൾ മാറുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ആത്മാവിൻ്റെ തുറവിയോടുകൂടി നമ്മൾ ഓരോരുത്തരും ആയിരിക്കണമെന്ന് തമ്പുരാൻ ആവർത്തിക്കുന്നത്. കാരണം നല്ല വൃക്ഷത്തിലെ നല്ല ഫലങ്ങൾ ഉണ്ടാകും. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ സ്വീകരിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.